വേനൽ മഴ മാറി നിന്നതോടെ മലപ്പുറം ജില്ലയിൽ ചൂട് അതികഠിനമാണ്. പുറത്തിറങ്ങാനാകാത്ത വിധം ചൂടുയരുമ്പോൾ മലപ്പുറത്തിന്റെ വഴിയോരങ്ങളിൽ ആശ്വാസം പകരാൻ കരിമ്പിൻ ജ്യൂസ് കടകൾ സജീവമാണ്. തിരൂർ തെക്കുമുറിയിലെ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന് സമീപത്ത് ശ്രീനിവാസേട്ടനും ജീവിതമാർഗമായി കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്നു. പ്യൂരിഫൈഡ് ഐസും ഇവിടുത്തെ വൃത്തിയുമെല്ലാം ഏവർക്കും മാതൃകയാണ്. വഴിയാത്രക്കാരുടെ ദാഹം ശമിപ്പിക്കുന്ന ഇവിടുത്തെ കരിമ്പിൻ ജ്യൂസിന് ഒരു പ്രത്യേക രുചി തന്നെയാണ്. ആരായാലും കുടിച്ചു പോകും, തെറ്റിദ്ധരിക്കേണ്ട. എന്താണെന്നല്ലേ ഈ കരിമ്പ് ജ്യൂസ്? എന്താ ചൂട് അല്ലേ? മലപ്പുറം ജില്ലയിൽ ഉരുകുകയാണ്, എല്ലായിടത്തും കനത്ത ചൂടാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഈ വഴിയോരങ്ങളിലെല്ലാം കാണുന്ന ഈ പ്രകൃതിദത്ത ജ്യൂസുകളാണ് ഏറ്റവും നല്ലത് കുടിക്കാൻ അല്ലേ. അപ്പോൾ കരിമ്പ് ജ്യൂസിൻ്റെ വിശേഷങ്ങളെ അറിയാം. അടിപൊളി കരിമ്പ് ജ്യൂസ് ആണ് കേട്ടോ. നമ്മുടെ തിരൂർ തെക്കുമുറിയിലെ ശ്രീനിവാസേട്ടൻ്റെ കടയാണിത്. അപ്പോൾ കരിമ്പിന്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടമൊക്കെ? കച്ചവടം ചൂടായതിനു ശേഷം നമുക്ക് അത്യാവശ്യം കച്ചവടം ഉണ്ട്. ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആളുകൾക്ക് കൊടുക്കുന്നത് അതുപോലെ വൃത്തിയിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല ഐസാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പൊതുവെ ഒരു വിഷയം ഉണ്ടാകുന്ന എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുട്പാത്തിൽ നിന്ന് കുടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മളാൽ കഴിയുന്ന രീതിക്ക് എല്ലാ വൃത്തിക്കുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് എന്ത് കാര്യങ്ങളായാലും നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ ഒരു ദിവസം 20 ലിറ്ററിൻ്റെ 4 ക്യാൻ വെള്ളം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത് ചിലപ്പം ബാക്കിയാവും, ചിലപ്പം ഇതാവും. പിന്നെ അതേപോലെ തന്നെ ഐസ് നമ്മൾ മറ്റേ പ്യൂരിഫൈഡ് ഐസ് ഞാനിവിടെ ബോർഡായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ആളുകൾക്ക് ഒരു പേടി ഉണ്ടാവും. തണുപ്പ് വേണമെന്നുണ്ട്, പക്ഷെ പേടി ഉണ്ടാവും മനസ്സിൽ. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ വല്ല വേറെ എന്തെങ്കിലും ഐസ് ഉപയോഗിച്ച് നമുക്ക് വല്ല ബുദ്ധിമുട്ട് വന്നാലോ ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും നമ്മൾ ചേരുവായിട്ടൊന്നും ചേർക്കുന്നില്ല. കരിമ്പ് ജ്യൂസിൻ്റെ ഉള്ളിൽ നമ്മൾ കരിമ്പിൻ്റെ നീരും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറുനാരങ്ങി, പിന്നെ ചിലവർക്ക് ഇഞ്ചി ആവശ്യപ്പെടുന്ന ആളുകൾക്ക് മാത്രം. അപ്പോൾ നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകൾ പൊതുവെ ഇഞ്ചി വല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല. അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന്, അതായത് തൃശ്ശൂർ ജില്ല അതുപോലെ അങ്ങോട്ടുള്ള വടക്കൻ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ അവർ ആവശ്യപ്പെടും. അവർ വേണം ഞങ്ങൾക്ക് ഇഞ്ചി വെക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. കുഴപ്പമില്ല. കരിമ്പ് നമുക്കിവിടെ ഒരേ ഏജൻസിയാണ് തിരൂരുള്ളത്, ഒരേ ഒരാളുള്ളൂ. അവർ നമുക്കൊരു വണ്ടിയിൽ നിന്ന് ഒരുമിച്ച് അവർ കൊണ്ടുവരുമ്പോൾ അത്രപ്പോലും ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ പറ്റില്ല. 10 ടൺ 8 ടണ്ണൊക്കെ വരെ ലോഡ് തമിഴ്നാട്ടിൽ നിന്ന് വലിയ വണ്ടിക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മളിവിടെ നടക്കില്ല. അപ്പോൾ ഇവിടെ ഒരാൾ ഇറക്കുന്നുണ്ട്, നല്ല കുഴപ്പമില്ലാണ് നമുക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്താണ് നമ്മളെല്ലാവരും ഇവിടെ എല്ലാവരും കച്ചവടക്കാരൊക്കെ വാങ്ങുന്നത്. ഈ ഒരു ഏരിയയിൽ മാത്രം എത്ര കടകളുണ്ടാവും കരിമ്പ് ജ്യൂസ് ഒക്കെ? അല്ലല്ല, ഇപ്പൊ പൊതുവെ എന്ത് ചൂടാണ്. ഇപ്പൊ ഈ ശരിക്കും ഞങ്ങൾക്ക് ഈ മരത്തിന്റെ തണല് വലിയൊരു ഇതാണ്, ആശ്വാസം. പക്ഷെ എന്നാൽ കൂടെ ഈ വേനൽ നന്നായിട്ട് കടുത്ത് ചൂടടിക്കുമ്പോൾ ഈ റോഡ് ചുട്ടുപഴുത്തിട്ട് ഇങ്ങനെ അടിച്ചിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം തന്നെ നമുക്കിങ്ങനെ ചൂട് ഇങ്ങനെ എപ്പോഴും അടുത്തൊക്കെ നിൽക്കുന്ന മാതിരിയാണ്. നമ്മൾ കഷ്ടപ്പാട് സഹിച്ചാൽ ആൾക്കാർ ദാഹിച്ചു പോകരുത്. നമുക്കിനി ഒരു മാക്സിമം 1 മാസം കൂടി ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സീസണൽ കച്ചവടമാണ്, അല്ലല്ല. ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പിന്നെ അത് ചീഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ വരുമായിരിക്കും അല്ലേ? അത് ആ സമയത്ത് കിട്ടൂല, ആരും ഇറക്കി വെക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മഴ ഇങ്ങനെ നിന്ന് പെയ്യുന്ന സമയത്ത് നമുക്കത് ആർക്കും കുടിക്കാനും തോന്നില്ല, ദാഹം വരണം. ഇപ്പൊ നമുക്ക് ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ കരിമ്പ് ജ്യൂസ് കാണുമ്പോൾ എല്ലായിടത്തും നിർത്താനാ തോന്നുന്നത്. ഇവിടുന്ന് കുടിച്ച് ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയാൽ അപ്പൊ ദാഹിക്കുകയാണ്. അതെ, അപ്പൊ കച്ചവടമൊക്കെ നന്നായി നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ തിരൂർ തെക്കുമുറിയിൽ മാത്രം ഒരുപാട് കച്ചവടമുണ്ട്. ശ്രീനിവാസേട്ടന്റെ കച്ചവടം ബോയ്സ് സ്കൂളിന്റെ അടുത്താണ്. നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൊക്കക്കോള പെപ്സി എല്ലാം ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് പ്രകൃതിയിലേക്ക് മടങ്ങുക. നമ്മൾ ഈ ചൂടത്ത് അത്ര പൊരിയുന്ന ചൂടാണ്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കനത്ത ചൂടാണ്, പുറത്തിറങ്ങാൻ പോലും ആകാത്ത തരത്തിലുള്ള ചൂടാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും ശരീരത്തിന് ആവശ്യം ഇതുപോലുള്ള കരിമ്പ് ജ്യൂസ്, തണ്ണിമത്തൻ പോലുള്ളവയാണ്. തീർച്ചയായും നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ച് മടങ്ങിയെത്തുക. ഈ വേനൽക്കാലം കൂടുതൽ ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ക്യാമറാമാൻ വൈഷ്ണവിനോടൊപ്പം അശ്വിനി ശ്രീവേൽ, കേരള വിഷൻ.